നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബജറ്റിൽ ആനുകൂല്യങ്ങൾ കുറയുമോ എന്ന ആശങ്കയും ശക്തമാവുകയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 6.4% കുറയുമെന്ന സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടിയ സ്ഥിതിക്ക് ബജറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമോ എന്നതും കണ്ടറിയണം. ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ തോതിലുള്ള ഇളവുകൾക്ക് സാധ്യത കുറവാണെന്നും വിലയിരുത്തലുകളുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മധ്യവർഗത്തിന് അനുകൂലമായ കൂടുതൽ ഇളവുകൾ ബജറ്റിൽ ഉണ്ടായേക്കാം എന്ന ഉറപ്പാണ്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിലും പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിലും ഇളവുകൾ ഉണ്ടാകുമെന്ന സൂചന നൽകിയിരുന്നു. ആദായ നികുതി സ്ലാബിലെ മാറ്റം, വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികൾ, സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ ആകാംക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കൂടുതൽ സമയം ജോലിയെടുക്കണമെന്ന ചില വ്യവസായികളുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതാണ് 2025 സാമ്പത്തിക സർവേ. തൊഴിൽ സമയവും ഓവർ ടൈമും നിജപ്പെടുത്തുന്ന നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് സർവേ നിർദ്ദേശിക്കുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചതിനേക്കാൾ വളർച്ച കുറയുമെന്നും സാമ്പത്തിക സർവേ സൂചിപ്പിക്കുന്നുണ്ട്. തൊഴിൽ നിയമപ്രകാരം ആഴ്ചയിൽ 48 മണിക്കൂറെ ഒരാളെ പണിയെടുപ്പിക്കാവൂ എന്നുണ്ട്. ഫാക്ടറി ഓവർ ടൈം നിയമങ്ങളിൽ കൂടുതൽ വേതനം നൽകിയുള്ള അധിക സമയം എത്രയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓവർ ടൈം ഉൾപ്പെടുത്തിയാലും ആഴ്ചയിൽ 63 മണിക്കൂറിൽ കൂടുതൽ തൊഴിലെടുപ്പിക്കാൻ പാടില്ല. നല്ല കരാറുകൾ കിട്ടുമ്പോൾ തൊഴിൽ സമയം കൂട്ടി വരുമാനം നേടാൻ നിയമങ്ങൾ സ്ഥാപനങ്ങൾക്ക് തടസ്സമാണെന്നാണ് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വേതനം തൊഴിലാളികൾക്ക് കിട്ടാനുള്ള സാഹചര്യവും ഇതിലൂടെ ഇല്ലാതാകുന്നു എന്നാണ് സർവേയിലെ വാദം. നിർമ്മിത ബുദ്ധി തൊഴിലവസരങ്ങളെ ബാധിച്ചേക്കാമെന്നും സർവേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം 6.5-നും 7-നും ഇടയിൽ വളർച്ച പ്രതീക്ഷിച്ചത് 6.4 കുറയും. അടുത്ത വർഷം 6.3-നും 6.8-നും ഇടയിലാണ് വളർച്ച പ്രതീക്ഷിക്കുന്നത്. ഭക്ഷ്യധാന്യ ഉൽപാദനം കൂടിയിട്ടുണ്ട്. വിലക്കയറ്റം നിയന്ത്രിച്ചു നിർത്താനായി എന്നും സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉൽപാദന രംഗത്തെ ഇടിവാണ് പ്രതീക്ഷിച്ച വളർച്ച നടപ്പു വർഷം ഇല്ലാതിരിക്കാൻ കാരണമെന്നും സർവേ വിശദീകരിക്കുന്നുണ്ട്. മധ്യവർഗത്തിനും സാധാരണക്കാർക്കും അനുകൂലമായ കൂടുതൽ ഇളവുകൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസംഗങ്ങളിൽ ഇതിനുള്ള സൂചനകളും ഉണ്ടായിരുന്നു. 8ഓളം തവണയാണ് രാഷ്ട്രപതി പ്രസംഗത്തിൽ മിഡിൽ ക്ലാസ് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന് നടക്കാനുണ്ടെന്നുള്ളതും സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. നികുതി ഇളവുകളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര ബജറ്റിൽ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളവും ഉറ്റുനോക്കുന്നത്. വയനാട് പുനരധിവാസത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം.